ഡോക്ടർ അരുൺ ബി നായർ. ഇപ്പോൾ ഏതു രീതിയിലും സൈബർ ഇടങ്ങൾ ആക്രമണത്തിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു പ്രവണത കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഒരു +2 വിദ്യാർത്ഥിനിയുടെ ജീവൻ കൂടി കവർന്നിരിക്കുകയാണ്. അതിന് ഇടയാക്കിയത് എന്ന് പറയുന്നത് ആ കുട്ടിയുമായി ബന്ധമുള്ള മറ്റൊരു പുരുഷ സുഹൃത്ത്. ആ ബന്ധം തകർന്നപ്പോൾ ഈ കുട്ടിയെ പരമാവധി ഏതൊക്കെ രീതിയിൽ അപമാനിക്കാമോ ആ രീതിയിൽ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ മനം നൊന്താണ് ആ കുട്ടി ജീവനൊടുക്കുന്നത്. ഇതിന് മുൻപും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. 2023 മെയ്യിലും ആതിര എന്ന് പറയുന്ന ഒരു 26-കാരി ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിൽ, അന്നത് വലിയ വാർത്തകളിൽ വന്നതാണ്. നമ്മുടെ IAS കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യ സഹോദരി കൂടി ആയിരുന്നു. എന്തായാലും അതും ഒരു ആത്മഹത്യയിലേക്ക് പോയി. എന്തിന് ഈ കഴിഞ്ഞ ആഴ്ച 2024 മെയ് 1 നമുക്കറിയാം ഒരു വീഡിയോ വൈറലായിരുന്നു. ചെന്നൈയിൽ ഒരു 7 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത്, 4ാമത്തെ നിലയിൽ നിന്ന് മുകളിൽ വീഴാനുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് അമ്മയെക്കുറിച്ചുള്ള നിരന്തര സൈബർ ആക്രമണങ്ങളിൽ ആ അമ്മയ്ക്ക് ജീവൻ ഒടുക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് സൈബർ ഇടങ്ങൾ ഇങ്ങനെ അരാജകത്വത്തിന്റെ കേന്ദ്രമാകുന്നത്? സൈബർ ഇടങ്ങൾ ഒരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും സ്വയം ഒരു സെലിബ്രിറ്റി ആകാനുള്ള വളരെ ആയാസമില്ലാത്തൊരു മാർഗം എന്നുള്ള നിലയ്ക്കാണ്. ഒരു 30 കൊല്ലത്തിന് മുമ്പ്, 40 കൊല്ലത്തിന് മുൻപ് ഒരുപക്ഷെ സിനിമകളിൽ അഭിനയിച്ചിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ടെലിവിഷൻ സീരിയലിൽ അഭിനയിച്ചിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ മുഖ്യധാര ചാനലുകളിൽ വാർത്താ അവതാരകരായിരുന്ന ആളുകൾ, ഇതൊക്കെയായിരുന്നു പൊതുമധ്യത്തിലുള്ള സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ഒരു പ്രധാന വിഭാഗം. പക്ഷെ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായതോടെ ഏത് വ്യക്തിക്കും സ്വയം ഒരു സെലിബ്രിറ്റി ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ല ആശയവിനിമയ ശേഷിയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പെടുന്ന ആളുകൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു കഴിവും ആകർഷകമായ വ്യക്തിത്വവും മറ്റ് രീതികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും സെലിബ്രിറ്റി ആയി മാറാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു കുഴപ്പമുള്ളത്, ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകാറുണ്ട് പലപ്പോഴും. കുടുംബാംഗങ്ങളുടെ അറിവോടുകൂടി, അവരുടെ ഒരു പിന്തുണയോടുകൂടിയാണ് പോകുന്നത്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശമായ ഒരു അനുഭവം ഉണ്ടായാൽ പോലും കുടുംബാംഗങ്ങൾക്ക് ഇടപെടാനൊക്കെ ഉള്ള ഒരു സാഹചര്യം അടക്കമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പലപ്പോഴും കാണുന്നത്, നമ്മുടെ കൗമാരപ്രായക്കാരായ പല കുട്ടികളും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായാലും, ഇൻസ്റ്റാഗ്രാമിൽ സെലിബ്രിറ്റീസോ ഇൻഫ്ലുവൻസേഴ്സോ ആയിട്ട് മാറുന്നതായാലും, ഇവരുടെയൊക്കെ വീട്ടുകാർക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളതാണ് സത്യം. പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ അത് പോസിറ്റീവായിട്ട് എടുക്കത്തില്ല. ആ സമയം കൂടെ 2 അക്ഷരം പഠിച്ചുകൂടെ എന്ന് പറഞ്ഞത് നിരുത്സാഹപ്പെടുത്തും എന്ന് കരുതി മാതാപിതാക്കളോട് ഇത് പങ്കുവയ്ക്കാതെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഒരു കാരണം. രണ്ടാമത്തെ ഒരു സംഗതി, ഇതിന്റെ ഒരു സ്വാധീനമോ ഇതിന്റെ സാധ്യതകളോ കൃത്യമായിട്ട് മാതാപിതാക്കൾക്ക് അറിയാത്തത് കൊണ്ട് ഒരു പക്ഷേ മോശമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെ മാതാപിതാക്കളിൽ നിന്നുണ്ടാകാം എന്ന് കരുതി കുട്ടികൾ ഇത് ഒളിച്ചു വയ്ക്കുന്നുണ്ടാകാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ മാതാപിതാക്കൾക്ക് അറിയില്ല. ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൊതുചടങ്ങിൽ പോകുമ്പോൾ തങ്ങളുടെ കൂടെയുള്ള മകള് ഒരുപാട് പേരുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നു. അവര് പലരും ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നത് ഈ തങ്ങളുടെ മകൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് സെലിബ്രിറ്റി ആണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഇവർക്കുണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായത്തിനെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് അവതരിപ്പിച്ച് മാനേജ് ചെയ്തുകൊണ്ട് പോകണം. ഏതൊരു വ്യവസായം നടത്തിയാലും അതിനൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു വ്യവസായം നടത്താൻ പോയാൽ പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വ്യവസായം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു അക്കൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ആയിരിക്കാം. ഇതിന് ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ഏതൊരു മനുഷ്യനും മാനസികമായിട്ട് തളർന്നു പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഇന്നിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഗതി ഇട്ടു, അതിലെ വസ്ത്രധാരണ രീതിയും സംസാരത്തിന്റെ പ്രശ്നങ്ങളും അടക്കം 100 കൂട്ടം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ ഭാഷയിൽ പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ പറയാം. ഒരുപക്ഷെ ഒരല്പം ഫെമിനിസ്റ്റ് സ്വഭാവത്തിലുള്ള ഒരു അഭിപ്രായം എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടം കൂടി വന്ന് നമ്മൾ ഒരു നാട്ടുഭാഷാ വ്യവഹാരത്തിൽ പറഞ്ഞാൽ പൊങ്കാല ഇടുക വിത്തിൻ ഇൻവേർട്ടഡ് കോമാസ്, അങ്ങനെ പറയുന്ന തരത്തിൽ ഇവരെ അങ്ങ് അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത വരികയാണ്. അപ്പൊ ഇതൊക്കെ ഈ 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് താങ്ങാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഈ കുട്ടികളെന്ന് പറയുന്ന അധ്യാപകരെ വഴക്ക് പറഞ്ഞാലോ കൂട്ടുകാർ പിണങ്ങിയാലോ പെട്ടെന്ന് വിഷമിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള ഈ കുട്ടികൾക്ക് 100 കണക്കിന് ആളുകൾ വന്ന് അവരുടെ അക്കൗണ്ടിന്റെ താഴെ വന്ന് ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ മ്ലേച്ഛമായിട്ടുള്ള കമന്റുകൾ നടത്തുകയോ ചെയ്താൽ അവര് മാനസികമായിട്ട് തളർന്നു.
സാധ്യത വളരെ കൂടുതലാണ്. ഈ കാരണം കൊണ്ട് തന്നെ ഈ സപ്പോർട്ട് സിസ്റ്റത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇങ്ങനെ ഒരു സംഗതി തുടങ്ങുന്നുവെങ്കിൽ മാതാപിതാക്കൾ അറിയണം, സഹോദരങ്ങൾ അറിയണം, കുടുംബത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ള ആരെങ്കിലും ഒക്കെ ഇത് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്ത് സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഒരു പോസ്റ്റ് ഇടാൻ പോകുന്നത്, വീട്ടിലൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. കാരണം മുതിർന്ന വ്യക്തികൾക്ക് അവരുടെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചില അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായി കുട്ടി പറയുന്ന എന്തെങ്കിലും ഒരു വിഷയം ഒരു വിവാദമാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് എങ്ങനെ അധികം ആളിക്കത്താത്ത രീതിയിൽ അത് അവതരിപ്പിക്കണം, മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത രീതിയിൽ അതേ ആശയം തന്നെ കുറച്ചുകൂടെ സഭ്യമായിട്ട് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് മാതാപിതാക്കൾക്കും വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റും. അപ്പോൾ അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ അവതരിപ്പിക്കുന്ന വിഷയത്തിന്റെ കാമ്പ് ചോർന്നു പോകാതെ തന്നെ അവതരിപ്പിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ വരാതിരിക്കാൻ സാധിക്കും. അതൊന്ന്. രണ്ട്, പക്ഷെ നമ്മളൊരു നിലപാടെടുത്തു, ഒരു കാര്യം പറഞ്ഞു, അതിനെ തുടർന്ന് എന്തെങ്കിലും മോശമായ കമന്റുകൾ വന്നാൽ പോലും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വീട്ടുകാരുമായിട്ടൊന്ന് ചർച്ച ചെയ്യണം. ഒരുപക്ഷെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ സാധിച്ചേക്കും. പക്ഷെ അതിൽ കൂടുതൽ ഒരു വിഷയമായിട്ട് വന്നാൽ വീട്ടുകാരുടെ ഒരു പിന്തുണ ആവശ്യമാണ്. അടുത്തൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഒരു അവഹേളനത്തിന്റെ ലെവലിലേക്ക് അത് കാര്യങ്ങൾ പോകുന്നു എങ്കിൽ അത് നിയമപരമായിട്ടുള്ള സഹായം തേടേണ്ടതുണ്ട്. ഈ നിയമപരമായ സഹായം തേടാൻ അടക്കമുള്ള കാര്യങ്ങളിൽ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു വ്യക്തിക്ക് തരുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന നാണയത്തിന്റെ ഒരു മറുവശം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എല്ലാ മനുഷ്യർക്കും ഒരു സെലിബ്രിറ്റിയെ കല്ലെറിയണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അത് എല്ലാ മനുഷ്യരുടെയും ഒരു മധ്യവർത്തി മനുഷ്യന്റെ ഒരു സ്വാഭാവിക വികാരമാണ്. ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് കല്ലെറിയാം, ഒരു ഗായകൻ പാടുന്ന തെറ്റിക്കഴിഞ്ഞാൽ ഒന്ന് കൂവാം, ഒരു മജീഷ്യൻ തെറ്റുവരുത്തി കഴിഞ്ഞാൽ അയാളെ അവഹേളിക്കാം. അപ്പോ അങ്ങനെ ഒരു സ്ഥിതി ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ പരിണിത ഫലമായിട്ട് ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി തന്നെ വേണം ഇത്തരം സംഗതികളിലേക്ക് കുട്ടികൾ ഇറങ്ങാൻ. അതിനുള്ളൊരു ബോധവൽക്കരണം മാതാപിതാക്കളും മുതിർന്നവരും ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതും ആവശ്യമാണ്.